നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്താ നിന്റെ വിഷമം? ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ പൂജ. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് കേട്ടോ, കാരണം 2 സർപ്രൈസുകൾ നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ വീഡിയോൻ്റെ നടുക്കായിട്ടും രണ്ടാമത്തത് ലാസ്റ്റിലുമാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം, സ്കിപ്പ് ചെയ്യാതെ. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ചപ്പാത്തിക്ക് കറി. അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടത് എളുപ്പത്തിൽ 5 മിനിറ്റിലൊക്കെ ഉണ്ടാക്കാവുന്ന ഷടപടിയിൽ നിന്ന് ഉണ്ടാക്കാവുന്ന കറിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഷടപടിയിൽ നിന്ന് ഉണ്ടാക്കാവുന്ന കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഷടപടി കറി വേഗം ഉണ്ടാക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ. അപ്പോൾ നമ്മുടെ ഈ ഷടപടി എന്നുള്ള കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് തക്കാളിയും ഉള്ളിയും ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതെടുക്കാം. ഓപ്ഷണലാണ്, കാരണം ക്യാപ്സിക്കം എല്ലാവരുടെയും വീട്ടിലുണ്ടാവണമെന്നില്ല. അത് മാത്രമല്ല ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ മെയിനായിട്ടുള്ളത് ഉള്ളിയും തക്കാളിയാണ്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഒരു കളർഫുൾ ആക്കാൻ നല്ലതാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് വലിയ കഷ്ണങ്ങളാക്കിയതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ 3 പച്ചക്കറികളും കൂടിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലേക്ക് എടുത്തിടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്സിക്കം ഓപ്ഷണലാണ്, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഒരു നിർബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 പച്ചമുളക് ഇടാം, പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഓക്കെ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടാൻ മറക്കരുത്. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം എന്താണെന്നറിയോ, നമ്മുടെ വെളിച്ചെണ്ണ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഇതാ ഇതുപോലെ കേട്ടോ. കഷ്ണങ്ങൾ കുറച്ചിങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല, അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ കറി വയ്ക്കുന്നത് അത് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം ഓർമ്മയില്ലേ, നമ്മൾ വെളിച്ചെണ്ണ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ കിടന്ന് ഇത് വെന്തോളും. ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ. അതായത് പച്ചയ്ക്ക് ഈ തക്കാളിയും ഉള്ളിയും ക്യാപ്സിക്കവും പച്ചമുളകും കൂടി ചതച്ച് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ചപ്പാത്തിക്കോ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ പച്ച സ്വാദിഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കറി റെഡി ആവുമ്പോഴേക്കും നമുക്ക് വേഗം ഒരു വാവ് ബ്രേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സെഗ്മെൻറ്റ്. ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ വാവ് എന്ന് പറഞ്ഞു പോകുന്ന, സന്തോഷം തോന്നുന്ന, ഇൻസ്പിറേഷൻ തോന്നുന്ന ഒരു ടോപ്പിക് ആയിരിക്കാം ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വാവ് ബ്രേക്കിൽ ഇന്ന് നമ്മൾ പോകുന്നത് നേരെ തൃശ്ശൂർക്കാണ്. തൃശ്ശൂരുള്ള എൻ്റെ ഓപ്പോളുടെയും ഏട്ടൻ്റെയും ടെറസിലെ പച്ചക്കറി തോട്ടമാണ് ഇന്നത്തെ നമ്മുടെ വാവ് ബ്രേക്കിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മാങ്ങയും ഇഞ്ചിയും പലതരത്തിലുള്ള പച്ചമുളക്, പാവയ്ക്ക, പടവലങ്ങ, വെള്ളരിക്ക, കോവയ്ക്ക, അങ്ങനെ ഒരുപാട് പച്ചക്കറി ഇനങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഓപ്പിളും ഏട്ടനും കൂടിയിട്ട് ഈ ടെറസിൽ ഉണ്ടാക്കുന്നുണ്ട്. മുറ്റത്തും പറമ്പിലൊക്കെ ആയിട്ട് വേറെയും ഒരുപാട് പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഡെയിലി ആവശ്യങ്ങൾക്കായിട്ട് ഒരു സാമ്പാർ വയ്ക്കണമെങ്കിലോ ഒരു ചമ്മന്തി അരയ്ക്കണമെങ്കിലോ ഒക്കെ ടെറസിലേക്ക് നേരെ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് പച്ചമുളകും മാങ്ങയും ഈ പറഞ്ഞ പച്ചക്കറികളൊക്കെ പറിച്ചെടുത്തിട്ട് കൊണ്ടുപോയി കറി വെച്ച് കഴിക്കുന്ന ആ ഒരു സന്തോഷം, അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണല്ലേ. അപ്പോൾ അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലെ സ്വന്തമായിട്ട് ചെറിയ ചെറിയ ഇനീഷ്യേറ്റീവ്സ് എടുക്കണം. അപ്പോൾ ഇത്രയും വലിയ ടെറസോ അല്ലെങ്കിൽ പറമ്പൊക്കെ വേണമെന്നൊന്നുമില്ല. ചെറിയ ബാൽക്കണി ഉണ്ടെന്നുണ്ടെങ്കിലും അതിലും കുറച്ചൊക്കെ നമുക്ക് പച്ചക്കറികളൊക്കെ നടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്യും എന്നുള്ളത് 2021 ഒരു റെസൊല്യൂഷനായിട്ട് എടുത്താലോ? ഞാനെന്തായാലും തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. എൻ്റെ കിച്ചണിലും പിന്നെ ബാൽക്കണിയിലൊക്കെ 2-3 പച്ചക്കറി ഇനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ തൈയായിട്ട് വന്നിട്ടേ ഉള്ളൂ. നിങ്ങളെ കാണിക്കാറാവുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ചെറിയ പച്ചക്കറി തോട്ടം കാണിക്കുന്നതായിരിക്കും. ഓക്കെ,
എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് ഇങ്ങനെ ഒരു പച്ചക്കറി തോട്ടം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഓപ്പോൾക്കും ഏട്ടന് ഒരു നല്ല കൈഡി കൊടുക്കണ്ടേ? ഇതുപോലെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്കും എനിക്ക് അയക്കാം കേട്ടോ. അതിനുള്ള ഇമെയിൽ ID താഴെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്കും അയക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ. അല്ലേ, ഇപ്പം എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ കറി എന്തായി എന്ന്. നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മസാലകളൊന്നും അധികം ഇല്ലാത്ത കറി എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യൂ പൂജ എന്ന് പറഞ്ഞവർക്കായിട്ടുള്ള കറിയാണിത്. ഒരു മസാലയും നമ്മൾ ചേർത്തിട്ടില്ല. മഞ്ഞപ്പൊടിയും ചെറുതായിട്ട് മുളക് പൊടിയും മാത്രം. മസാല, അതായത് ഗരം മസാലയോ മറ്റ് മസാലകളോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ട് നിൽക്കുക പച്ചമുളകിൻ്റെയും തക്കാളിയുടെയും ഉള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് തന്നെയായിരിക്കും. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഷടപടാന്നുള്ള കറി ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഇപ്പം തന്നെ ആ വെളിച്ചെണ്ണയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ മണം വന്നിട്ട് എനിക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് ചപ്പാത്തിയുടെ കൂടെ ഈ ഷടപടാ കറി. നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ് ഉണ്ട്, VeggiePooja ടിപ്സ് ആൻഡ് ട്രിക്സ്. ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെ നുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതിങ്ങനെ പോവാതെ നിൽക്കും. വെറുതെ കഴുകി കഴിഞ്ഞാലൊന്നും പോകുന്നില്ല. ബട്ട് ഡോണ്ട് വറി, എൻ്റെ കയ്യിലൊരു ഉഗ്രൻ ടിപ്പ് ഉണ്ട്. പിന്നെ നാരങ്ങാ നീരും ഉപ്പും കൂടി കയ്യിൽ തിരുമ്മിയതിന് ശേഷം നന്നായിട്ട് കഴുകിയാൽ മതി. അങ്ങനെ കഴുകി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെ ഉള്ളി വെളുത്തുള്ളി സ്മെല്ല് ഗായബ് ഹോ ജായേഗ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ടിപ്പ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ 2 സെഗ്മെൻറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതൊക്കെ വേഗം കമൻറ്റ് ബോക്സിൽ ഇടുക. അതുമാത്രമല്ല ഇന്നത്തെ നമ്മുടെ കറി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമുക്ക് വീണ്ടും വേഗം കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. ആൻഡ് കീപ് വാച്ചിങ് മൈ വീഡിയോസ്. ഓക്കെ.